വേടൻ പാട്ടുപാടി ദളിതരുടെ അവസ്ഥ പാട്ടാക്കി മാറ്റിയാൽ ദളിതർ എങ്ങനെ രക്ഷപ്പെടും? അതിൻ്റെ അർത്ഥം ദളിതരെ വേടൻ ആക്ഷേപിച്ചെന്നോ വേടൻ ദളിതർക്ക് മോശമൊന്നല്ല. ഞാനൊരിക്കലും വേടൻ എന്ന കലാകാരൻ ഇവിടെ തകർക്കപ്പെടണമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാറില്ല. അപ്പോൾ വേടൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, വേടനെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമായിരിക്കാം, അവൾ അയാളുമായിട്ട് സെക്സ് സന്തോഷപൂർവ്വം ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവളുടെ ഉള്ളിൽ ഇയാൾ അവനെ കല്യാണം കഴിക്കും എന്നുള്ളതായിരിക്കും. എടാ ഇത് ഈ സാധനമാണല്ലോ, ഇത് കൊള്ളാമല്ലോ ഇതും പരിപാടി. അതെ അതെ അതെ, കോടതിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇത് ബലാത്സംഗമല്ല. ഇതെങ്ങനെ ബലാത്സംഗമായി മാറും? എനിക്ക് വലിയ പ്രോഗ്രാമുകൾ കിട്ടുന്നു, ഞാൻ ഈ പാട്ട് പാടുന്നു, പക്ഷേ സ്ത്രീകൾ എല്ലാ ദിവസവും പ്രശ്നങ്ങൾ നേരിടുന്നു, അവർക്ക് റേപ്പ് പ്രശ്നങ്ങളുണ്ടാകുന്നു, അവർക്ക് സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോഴും എനിക്ക് ഓരോ പാട്ടിന് ഭയങ്കര പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ വേടനെ അല്ല തള്ളി പറഞ്ഞത്, വേടൻ പറഞ്ഞ ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഇതായിരുന്നു, രാമനെ അറിയില്ല രാവണനെ അറിയാമെന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ തീവ്രവാദിയാന്ന് പറഞ്ഞാലും മദനിയുടെ പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ ആരും തീവ്രവാദിയായി പോകും, തീവ്രവാദിയായി പോകും. അയാൾ സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള മോശം പ്രവൃത്തികൾ സമൂഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ, സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ, ആ പരാതി ഒരു കേസായി പോലീസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ, ആ കേസിനാസ്പദമായ തെളിവുകൾ അവർക്ക് കിട്ടിയെങ്കിൽ അർഹമായ ശിക്ഷ പുള്ളിക്ക് കിട്ടട്ടെ. ഇപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും വേടൻ്റെ കാര്യത്തിൽ ആദ്യമായിട്ട് അതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു മെജോറിറ്റി ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നോക്കാതെ എതിർത്ത് പറഞ്ഞ ഒരാളാണ്. വേണ്ട രാഷ്ട്രീയത്തെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇത്ര കേസുകൾ വരുമ്പോഴും കിട്ടുന്ന സ്വീകാര്യതയെക്കുറിച്ചാണെങ്കിലും പേയ്മെൻറ്റിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനുശേഷം അങ്ങോട്ട് പിന്നെയും പരാതികൾ ഉന്നയിക്കുകയും ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ എഗെയിൻസ്റ്റായി നിന്നവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും മാരാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യൽ കണ്ടു. ഇപ്പോൾ ഈ അടുത്തതിൽ കണ്ടത് വീണ്ടും അറസ്റ്റ് ചെയ്ത സമയത്ത് മുമ്പിൽ രണ്ടുപേര് വന്നതിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്നത് കണ്ടു. അത് കണ്ടപ്പോഴുണ്ടല്ലോ, ആ രണ്ടാമത്തെ കേസ് വന്നപ്പോഴേ എനിക്ക് തോന്നി ഇതെന്തത് വല്ല പ്ലാനിങ്ങും ഇയാളെ തകർക്കാൻ നടക്കുന്നുണ്ടോ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഞാനിത് ആരോടെ പറഞ്ഞു, ആദ്യത്തെ കേസ് ഓക്കെ, എനിക്കത് ജെന്യുവനാണെന്ന് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ചിലപ്പം പരാതി കൊടുക്കാൻ വൈകിയതാണെന്ന് ഫീൽ ചെയ്തു. പക്ഷേ ഈ ജാമ്യം സ്വീകരിക്കുന്നതിൻ്റെ ആ സമയത്ത് അടുത്ത രണ്ട് പേരുടെയും ഒരു പരാതി വരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ഞാനൊരിക്കലും വേടൻ എന്ന കലാകാരൻ ഇവിടെ തകർക്കപ്പെടണമെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാറില്ല. അയാളുടെ സമൂഹത്തിൻ്റെ രക്ഷകൻ കൂടിയാണ്. പക്ഷേ ഞാൻ അന്ന് പണ്ട് ഞാൻ എന്തോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, വേടൻ പാട്ടുപാടി ദളിതരുടെ അവസ്ഥ പാട്ടാക്കി മാറ്റിയാൽ ദളിതർ എങ്ങനെ രക്ഷപ്പെടും? അതിൻ്റെ അർത്ഥം ദളിതരെ വേടൻ ആക്ഷേപിച്ചെന്നോ വേടൻ ദളിതർക്ക് മോശമൊന്നല്ല. അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം, ഈ കിട്ടുന്ന പൈസ കൊണ്ടോ മറ്റെന്തെങ്കിലും രീതി കൊണ്ടോ ദളിതരെ നമുക്ക് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം. ആ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആവണം നമ്മളെ ലക്ഷ്യം. മറ്റേതെന്ന് പറയുന്നത് വേടൻ മാത്രമേ രക്ഷപ്പെടൂ. അത് പക്ഷേ പല ഓൺലൈൻ മാധ്യമങ്ങളും എഴുതി തലക്കെട്ട്, ഇപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂ തന്നെ ഇത് പറഞ്ഞപ്പോൾ തലക്കെട്ട് വന്നപ്പോൾ എങ്ങനെ വേടൻ മറ്റേ ദളിതരുടെ കാശ് വിറ്റ്, ദളിതരുടെ അവസ്ഥ വിറ്റ് ജീവിക്കുന്നു എന്ന് മാത്രമായി ചുരുങ്ങി. ഞാൻ എന്താ പറഞ്ഞാൽ വളരെ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമായിരുന്നു. എനിക്കിപ്പം കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ രക്ഷിക്കണം, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു പാട്ടുണ്ടാക്കി, ആ പാട്ട് റാപ്പ് ഹിറ്റായി, എനിക്ക് വലിയ പ്രോഗ്രാമുകൾ കിട്ടുന്നു, ഞാൻ ഈ പാട്ട് പാടുന്നു, പക്ഷേ സ്ത്രീകൾ എല്ലാ ദിവസവും പ്രശ്നങ്ങൾ നേരിടുന്നു, അവർക്ക് റേപ്പ് പ്രശ്നങ്ങളുണ്ടാകുന്നു, അവർക്ക് സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോഴും എനിക്ക് ഓരോ പാട്ടിന് ഭയങ്കര പൈസ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പറയും ഓക്കെ, നമ്മളത് ചൂണ്ടിക്കാണിച്ചു, ഒപ്പം ഇവരെ വളർത്തിക്കൊണ്ട് വരണം, അവർ താഴെ തട്ടിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തു. അപ്പം നിലവിൽ വേടനെ സംബന്ധിച്ച് അയാൾ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരാളാണ്, വലിയൊരു ഓറ ഉണ്ടാക്കിയെടുത്ത സമൂഹത്തിനിടയിൽ ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ കേസ് ആദ്യം വന്നപ്പോൾ എഴുതിയ ഒരാളാണ്. പക്ഷേ വേടൻ രാഷ്ട്രീയം പറഞ്ഞപ്പം രാഷ്ട്രീയ അഭിപ്രായത്തോടുള്ള വിയോജിപ്പാണ് പറഞ്ഞത്. ഇപ്പം എന്നെ പോലും ബിഗ് ബോസിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഞാൻ പൊളിറ്റിക്കൽ അഭിപ്രായം പറയുമ്പോൾ തള്ളി പറയാറുണ്ട്. അവരെന്നെ അല്ലല്ലോ തള്ളി പറയുന്നത്, ഞാൻ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് തള്ളി പറയുന്നത്. ഞാൻ വേടനെ അല്ല തള്ളി പറഞ്ഞത്, വേടൻ പറഞ്ഞ ചില പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ഇതായിരുന്നു, രാമനെ അറിയില്ല രാവണനെ അറിയാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ രാജ്യത്ത് അത് കണക്റ്റ് ആവത്തില്ല. രാമനെ അറിയാത്ത ഒരാൾക്ക് രാവണനെ അറിയാൻ പ്രയാസമായിരിക്കും. ഇനി രാമനെ അറിയില്ല എന്ന് പറയുന്നതിൻ്റെ റീസൺ പുള്ളി വ്യക്തമാക്കിയിട്ടുമില്ല. പിന്നെ രണ്ടെന്ന് പറയുന്നത്, ദളിതരുടെ DNA പഠിക്കാനുള്ള കഴിവില്ല എന്ന് പറയുന്നത് ആക്ച്വലി ദളിതരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാര്യം ഒരുപാട് ദളിത് സമൂഹത്തിൽപ്പെട്ടവർ രാജ്യത്തിൻ്റെ പ്രസിഡന്റ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരു രാജ്യത്ത്, ഒരുപാട് IAS IPS ഉദ്യോഗസ്ഥരുള്ളൊരു രാജ്യത്ത് പഠിക്കാൻ അവർക്ക് കഴിവില്ല എന്ന് പറഞ്ഞാൽ ജന്മം കൊണ്ട് അവർ കൊള്ളരുതാത്തവരാണെന്നാണ് എൻ്റെ അർത്ഥം. അത് വേടൻ പറയാതെ ഞാൻ പറഞ്ഞാൽ പിറ്റേന്ന് ഞാൻ കേസിൽപ്പെട്ട അകത്താണ്. ഇത് ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിച്ച അരുൺകുമാർ അതിനെ യെസ് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ അരുൺകുമാറിനെ കൂടെ വിമർശിച്ചാണ് പറഞ്ഞത്, അന്ന് രോഹൻ ഓർക്കുന്നുണ്ടായിരിക്കും. അരുൺകുമാറിനെ കൂടെ ഞാൻ വിമർശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് വിമർശിച്ച് സംസാരിച്ചത്. അല്ലാതെ വേടൻ്റെ പാട്ട് ഈ വേടൻ്റെ പാട്ട് ഞാൻ അധികം കേട്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അധികം റാപ്പ് സംഗീതം ആസ്വദിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കാറിയിരുന്നത് കേട്ടപ്പോൾ, എടാ ഇത്
ഈ സാധനമാണല്ലോ, ഇത് കൊള്ളാമല്ലോ ഇതും പരിപാടി. പ്രതിഷേധിച്ച ആളാണ് വേടൻ ഫാൻ അതെ അതെ അതെ. കോഹ്ലിനെയും ധോണിനെയും കളിമോശയിലെ വിമർശിക്കും, നല്ലതായി കണ്ട് പറയണമെന്ന് പറഞ്ഞ പോലെ. ഇപ്പം മരാർ ഓൾറെഡി വേടനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആള് പാട്ടുകളെ മോശമായിട്ട് പറയുകയല്ല ചെയ്തിട്ടുണ്ട്, രാഷ്ട്രീയം സംസാരിക്കുമ്പോഴും പറഞ്ഞ 2 പ്രധാന വിഷയങ്ങളിലാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പൊ രസകരമായിട്ട് പറയുന്നത്, ഞാൻ പാട്ട് കേട്ടപ്പോ എവിടേക്കോ ഭയങ്കര രസമുള്ള പാട്ടുകളാണ്, ഫാനായ പാട്ട് കേട്ട് കൊള്ളാൻ തോന്നി. വരികളുടെ ഒരു ഒഴുക്കും അയാള് കൊടുക്കുന്ന എനർജിയും അത് ഈ പ്രസംഗം എത്രയൊക്കെ തീവ്രവാദിയാന്ന് പറഞ്ഞാലും മദനിയുടെ പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ ആരും തീവ്രവാദിയായി പോകും. ശൈലികളും വാക്കുകളും തീവ്രവാദിയായി പോകും. ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ നിന്ന് തുള്ളിപ്പോയിട്ടുണ്ട് മൈക്കിൾ ജാക്സന്റെ മുന്നിൽ. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും. എനിക്ക് റാപ്പ് സംഗീതത്തിൽ അങ്ങനെ എല്ലാവരും അറിയത്തില്ല. റാപ്പ് സംഗീതം എടുത്താലും ചില മേഖല എടുത്താലും ചിലരുടെ പ്രസംഗം നമ്മളിങ്ങനെ പിടിച്ചിരുത്തും, നമ്മളറിയാവുന്നതിലേക്ക് കൺവേർട്ടായി പോകും. പഴയ പല കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരും പ്രസംഗിച്ചിട്ടാണ് ആൾക്കാരെ കൂട്ടുന്നത്, VS ഉൾപ്പെടെ. ഇതുകൊണ്ട് തന്നെ ചേർത്ത് ചോദിക്കും, ഇപ്പൊ നേരത്തെ അത്രത്തോളം എതിർത്ത് പറഞ്ഞ ഒരാൾ ഇപ്പോൾ അത് വേടനെതിരെ നിൽക്കുന്നത് ആരോപിക്കുന്നതാണെങ്കിൽ പോലും ബോധപൂർവമോ അല്ലെ കള്ളക്കേസുകളായിട്ട് സാധ്യതയാണോ? അങ്ങനല്ല രോഹ, ഞാൻ വീണ്ടും പറഞ്ഞു, അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ വേടനെതിരെ തന്നെയാണ്. ആ സ്റ്റേറ്റ്മെന്റുകൾ വേടൻ ക്ലാരിറ്റി കൊടുക്കാത്തിടത്തോളം കാലം അത് ഞാൻ ഇപ്പോഴും എതിർത്ത് തന്നെ നിൽക്കുന്നത്. അതേസമയം അയാൾ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അയാളെ തകർക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ, അയാൾ സ്ത്രീകളോട് കാണിച്ചിട്ടുള്ള മോശം പ്രവൃത്തികൾ സമൂഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ, സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ഒരു കേസായി പോലീസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ, ആ കേസിനാസ്പദമായ തെളിവുകൾ അവർക്ക് കിട്ടിയെങ്കിൽ അർഹമായ ശിക്ഷ പുള്ളിക്ക് കിട്ടട്ടെ, കോടതിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ. അതേസമയം തന്നെ അയാളെ ഏതെങ്കിലും രീതിയിൽ ബോധപൂർവം ആരെങ്കിലും തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പോലീസ് അതും അന്വേഷിക്കണം. 100% അന്വേഷിക്കണം. അപ്പോൾ അത്തരത്തിൽ ഒരാളെ നിശബ്ദനാക്കാൻ വേണ്ടിയിട്ട്, സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കലി ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നതിനോട് യോജിപ്പില്ല. അങ്ങനെ ചെയ്താൽ നാളെ ഞാനും രോഹനും ഉൾപ്പെടുന്ന എപ്പോഴും ഇത്തരം കേസുകൾ അലിഗേഷൻസ് വരുന്ന സമയത്ത് സംഭവിച്ചു 2 വർഷമായി 3 വർഷമായി ഇത്ര തവണ പീഡിപ്പിച്ചു. ഇത് കുറെ കഴിഞ്ഞ സമയത്ത് പലപ്പോഴും അതിൻ്റെ ഒരു മറുചോദ്യം, സബ്ക്വസ്റ്റ്യൻ വരാറുള്ള സാധനം ഇത്രയും വർഷം എന്തുകൊണ്ട് ഇവർ സൈലന്റ് ആയി എന്നുള്ളതും, ഇത്ര തവണ ചെയ്തപ്പോൾ ഇത് 13-14ാമത്തെ തവണ ആയപ്പോഴാണ് ഇത് പീഡനമായി തോന്നിയതും എന്നുള്ളൊരു മറുചോദ്യം. അത് പൊതുവേ കുറെ കാലങ്ങൾ കഴിഞ്ഞ് സ്ത്രീകൾ പരാതി ഉന്നയിക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അതിപ്പോൾ നമ്മളൊരു വേടൻ്റെ വിഷയത്തിൽ മാത്രമല്ല, അങ്ങനെ ഇപ്പോൾ ഹേമ കമ്മിറ്റി വരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന പ്രശ്നങ്ങളുടെ പേരിലും കേസെടുത്തു. സിദ്ദിഖിക്കൊക്കെ സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം എടുത്തത്. എന്തിനാ 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണ്. കോടതിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇത് ബലാത്സംഗമല്ല. ഇതെങ്ങനെ ബലാത്സംഗമായി മാറുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് പക്ഷേ ഒരു 4 ദിവസം മുമ്പേ എന്നെ ഒരു പെൺകുട്ടി വിളിച്ചു, മെസ്സേജ് അയച്ചു. മെസ്സേജ് ഇപ്പം കരഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചത്. ചേട്ടാ എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ എൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ഞാൻ വിളിച്ചു, എന്താ മോളെ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞൊരു റീസൺ, ബസ്സിൽ വെച്ചിട്ട് ഒരാൾ അവളോട് അപമര്യാദയായി പെരുമാറി. അവൾ ഭയങ്കരമായിട്ട് ഭയന്നു, ആകെ പ്രശ്നമായി. ബസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കും, അവളുടെ അച്ഛനൊക്കെ വന്നു, അങ്ങനെ ആകെ പ്രശ്നങ്ങളൊക്കെ ആയി. പക്ഷെ അവൾ എന്നോട് പറഞ്ഞത്, ചേട്ടാ ഞാൻ വീട്ടുകാരുടെ മുന്നിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷേ ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനെ പോലെ ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടനോട് എനിക്കൊന്നും പറയണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനതോട് കുറച്ച് ഒന്ന് കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, പോലെ നമ്മുടേതല്ലാത്തൊരു തെറ്റിന് നമ്മൾ റോട്ടിൽ കൂടെ നടന്നുമ്പോൾ നമ്മളൊരു പട്ടി കടിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പട്ടിയാണ്, നമ്മളതിന് ചികിത്സ തേടുക എന്നുള്ളതേ നമുക്ക് മാർഗ്ഗമുള്ളൂ. അല്ലാതെ ഇപ്പോൾ കടിച്ചു പോയി അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇത് ഭയങ്കര വലിയ കുഴപ്പമൊന്നും അല്ല. എങ്കിൽ പോലും അവളുടെ ഉള്ളിൽ അവളുടെ ഒരു ആത്മാഭിമാനത്തിലേക്ക് ഒരാൾ കടന്നു കയറി എന്നൊരു ചിന്ത, അയാളുടെ ആ തുടക്കം അവൾക്ക് ശരീരത്തിലൊരു പൊള്ളല് പോലെ അനുഭവപ്പെടുന്നു എന്ന് പറയുന്ന അവളുടെ ഒരു മാനസികാവസ്ഥ. ഇപ്പോൾ എനിക്ക് 2 പെൺമക്കളാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നീ ചിന്തിക്കണ്ട, അതിനിപ്പോൾ തൽക്കാലം അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഞാനപ്പം കുറച്ചുകൂടെ ചിന്തിക്കുകയാണ്, ശരിയാണല്ലോ, പലപ്പോഴും സ്ത്രീകൾക്ക് പല അനുഭവങ്ങളും ഏത് രീതിയിലാണ് അനുഭവപ്പെടുന്നത് നമുക്കറിയില്ല. നമ്മൾ പലതിനെയും നിസ്സാരവൽക്കരിക്കും, നിനക്ക് എന്തുവാണ് ഈ പ്രശ്നമെന്ന് ചോദിക്കും. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പ്രശ്നങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ ഇപ്പം വേടൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, വേടനെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമായിരിക്കാം, അയാളുമായിട്ട് സെക്സ് സന്തോഷപൂർവ്വം ചെയ്തിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവളുടെ ഉള്ളിൽ ഇയാൾ അവനെ കല്യാണം കഴിക്കും എന്നുള്ളതായിരിക്കും. അപ്പോൾ അയാൾ ചെയ്യുന്ന എല്ലാ രതിവൈകൃതങ്ങളും അവൾ മേ ബി ആസ്വദിക്കുന്നുണ്ട്. കാലങ്ങൾക്കിപ്പുറം മാനസികമായിട്ടോ ആശയപരമായിട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർക്കിടയിൽ ഒരു പക രൂപപ്പെടും. അപ്പോൾ ആ പകയിൽ നിന്നായിരിക്കും പല കേസുകളും വരുന്നത്.
അതാണ് സത്യമെന്ന് ഏറെക്കുറെ കോടതിക്കും അറിയാം. അല്ലാതെ റേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഒരുവൻ ഉപദ്രവിച്ചാൽ ആ സ്പോട്ടിൽ ആ പെൺകുട്ടിക്ക് അറിഞ്ഞൂടെ? അത് ആ നിമിഷം തന്നെ അവൾ മെൻ്റലി തകരും. എന്തായാലും ഒരു മെൻ്റലി തകരും. മെൻ്റലി തകർന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ആസ്വദിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ ഈ അടുത്താണെങ്കിൽ പോലും സുപ്രീം കോടതി ഉത്തരവ് വന്നൊരു സംഭവം, അത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള സാധനം കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അത് പ്രാബല്യമായി എന്നുള്ള സാധനം പ്രാബല്യമായതുകൊണ്ടാണ് ജാമ്യം കിട്ടുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ അതിന് മുമ്പേ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിന്റെ സത്യം അല്ലെങ്കിൽ എന്താണ് നുണകൾക്ക് അപ്പുറത്തേക്കായിട്ട് സത്യം എന്താ തിരിച്ചു പറയുമ്പോൾ കള്ളെല്ലാം ചെരുപ്പിട്ടില്ല നടന്ന പോലെ ഒരേ സമയം തന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു പെൺകുട്ടിക്ക് അവൾ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അവൾ കടന്നുപോയ വഴികളും അവളെ വല്ലാതെ ആ അവസ്ഥ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ അവസ്ഥയിലേക്ക് കാരണമാക്കി ഒരാൾ ലൈഫ് അപ്പുറത്ത് ഭയങ്കര സുഖിച്ച് ജീവിക്കുകയും തൻ്റെ ജീവിതം തകർന്നു എന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പം അവൾക്ക് പരാതി കൊടുക്കാം. അതിലും തെറ്റൊന്നുമില്ല. അതായിരിക്കാം ചിലപ്പോൾ ഈ വിഷയത്തിൽ സംഭവിച്ചത്. കാരണം ഇതൊരു ഡോക്ടറാണ്, ഈ കുട്ടി തെളിതാട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പൊ പരസ്പര സമ്മതത്തോടെ അല്ലെങ്കിൽ പറയുന്നത് സമ്മതപ്രകാരമായിട്ട് ചെയ്തിട്ട് കുറെ കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾ ഒരു പക്ഷെ കഴിഞ്ഞ് വിവാഹം കഴിക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ വരും. പക്ഷേ ഇനി ഇതൊന്നും അല്ലാതെ പരസ്പരം സമ്മതത്തോടെ അങ്ങനെ ഒരു രീതിയിൽ ഒരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആണെന്നുള്ള രീതിയിലേക്ക് തന്നെ പുതിയ സമ്മതപ്രകാരം നടന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ആൾ മറ്റൊരു ജീവിതത്തിലോട്ട് പോകുന്ന ആൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിൽ തോന്നിയിട്ടുള്ള പ്രവണതകളും സംഭവിക്കാറില്ലേ? അതുകൊണ്ട് ഇതെല്ലാം പക്ഷേ അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതാ, ഈ പക. കാരണം തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന പകയിലൊക്കെ വരും. പോലീസ് അതൊക്കെ അന്വേഷിച്ച് യഥാർത്ഥത്തിൽ ഇത് കേസെടുക്കും. സത്യത്തിൽ ഇത്തരം ഈ 2-3 വർഷങ്ങൾക്ക് മുന്നേയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പം സത്യസന്ധമായി പറഞ്ഞാൽ നിയമം ചെയ്യേണ്ടത് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കുക. സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ചെറുപ്പക്കാരനെ കേസിലൊക്കെ പെടുത്താവൂ. അല്ലെങ്കിൽ ഒരു പുരുഷനെ നശിപ്പിക്കാനുള്ളൊരു മാർഗമായും ഒരുപാട് സ്ത്രീകളെ സംരക്ഷിക്കപ്പെടേണ്ട നിയമം ഒരുപാട് പുരുഷന്മാരെ നശിപ്പിക്കാനുള്ള വകുപ്പായി മാറും. അത് രണ്ടും ഞാൻ യോജിക്കുന്നില്ല. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടണം, ഒരു പുരുഷനും അനാവശ്യമായിട്ട് ദ്രോഹിക്കപ്പെടാനും പാടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലായാലും വേടനായാലും വിജയബാബു ആയാലും ദിലീപ് ആയാലും ഒരു പുരുഷനും അനാവശ്യമായിട്ട് ഇത്തരം ചതികളിൽ പോയി വീണ് നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് ജീവിതം നശിക്കാൻ പാടില്ല. അതേസമയം അർഹതയുള്ള നീതി വേണ്ട ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും നിയമം പോവുകയാണ്. ഈ വിജയങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകുമ്പോൾ പോലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ EMI എത്ര 2000 അടയ്ക്കാത്തൊരു സ്റ്റേജിൽ നിന്ന് ഒരു 3-3 ലക്ഷം വേണം എനിക്ക് മാസം ജീവിച്ചു പോകാൻ, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണ ലെവലോട്ട് ചിന്തിക്കുമ്പോൾ വീണ്ടും ആ തകർച്ചയിലോട്ട് വീഴുമോ, അല്ലെങ്കിൽ ആ വീണാൽ എനിക്ക് തളരില്ല എന്നുള്ളൊരു ഒരു തോന്നലുണ്ടോ എവിടെയെങ്കിലും? നിലവിൽ വീഴില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്ര ബാധ്യതയുണ്ടോ ആ ബാധ്യതയ്ക്ക് മുകളിൽ, അതായത് നാളെ തൊട്ട് എനിക്ക് പരിപാടികളെല്ലാം ക്ലോസ് ചെയ്യണമെന്ന് വെച്ചാൽ നാളെ പോയി ഇതെല്ലാം ക്ലോസ് ചെയ്യും. അത് കൃത്യം. പണ്ടിങ്ങനൊന്നുമല്ല. അതിപ്പോൾ എൻ്റെ ഇതെല്ലാം വരവറിയാതെ ചിലവ് എൻ്റെ ഈ ശരീരത്തിൽ കിടക്കുന്നത് കൂട്ടിയാൽ തന്നെ അത് രോഹന് മനസ്സിലാവും. ഈ പറയുന്ന ബെൻസിൻ്റെ ലോണിനെക്കാട്ടി കൂടുതലുള്ള എമൗണ്ട് സത്യത്തിൽ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. സത്യമാണ്. അത് ഞാനിത് ഒരു ഷോ മാത്രം പറഞ്ഞതല്ല. അതായത് ചിലർ പറയും വരവറിയാതെ ചിലവ് പെരുവഴി ആധാരം എന്ന് പറയും. ഞാൻ നിലവിൽ വരവറിയാതെ അല്ല. ഞാൻ പണ്ട് ഭയങ്കര കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരുപാട് കുറച്ചു. ആഗ്രഹങ്ങൾക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് വെച്ചു. എനിക്ക് വേണമെങ്കിൽ പോയിട്ട് വണ്ടിയൊക്കെ എടുക്കാം. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ ഡിഫൻഡർ ബുക്ക് ചെയ്യാൻ പോയ ഒരാളാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് ഞാൻ സിംഗിൾ ആയിരുന്നെങ്കിൽ ഞാൻ പോയി റോൾസ് റോയ്സ് എടുത്തിരുന്നു. ഒറ്റക്കായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആരെയൊക്കെ കാര്യം നോക്കണമെന്ന് പറയാം. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ അച്ഛൻ, അമ്മ, അമ്മുമ്മ, നാട്ടിലെനിക്ക് ചില പ്രിയപ്പെട്ട ചിലർക്ക് വേണ്ടി മന്ത്ലി ഞാൻ കൊടുക്കുന്ന ചെറിയ പൈസ, ഇത്രയും നോക്കണം. ഇതെല്ലാം കൂടെ വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എമൗണ്ട് പറഞ്ഞത് കേട്ടോ. അത്രയും വരണേ. പിന്നെ എൻ്റെ വീട്ടു ചിലവൊക്കെ ഞങ്ങൾ അത്യാവശ്യം നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് കഴിച്ച്, കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ആയാലും ഡ്രൈ ഫ്രൂട്ട്സ് ആയാലും നല്ല ഫിഷ് ആയാലും ഇതൊക്കെ അതുകൊണ്ട് ചിലവ് നോർമലി കൂടുതലാണ്. പിന്നെ പൈസ ഉള്ളപ്പം പൈസ എന്തിനാണ് പൂഴ്ത്തി വെക്കാനാണോ? ജീവിക്കാനാണ്. ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കൂ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. നിങ്ങൾക്കൊരു അസുഖം എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിലേക്ക് ചിലപ്പം കൊണ്ടൊരു വലിയ പൈസ പമ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുത്. അപ്പം നമുക്കൊരു അസുഖം വന്നാൽ നമ്മളെ സേവിങ്സിന് വേണ്ടി നമ്മൾ അത് ചെയ്യാം. പിന്നെ ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഞാൻ ചെയ്തിടാറുമില്ല. കാര്യം എൻ്റെ വൈഫിൻ്റെയൊക്കെ പേരിൽ അത്യാവശ്യം പ്രോപ്പർട്ടീസ് കിടപ്പുണ്ടായിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടതൊക്കെ അവിടെ കിടപ്പുണ്ട്. ഞാനിപ്പം മേടിച്ച ഫ്ലാറ്റും ചെറിയതുമൊക്കെ അവർക്ക് എൻ്റേതായ രീതിയിലുണ്ട്. പിന്നെ ഞാൻ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വ്യക്തിത്വം, എൻ്റെ ഒരു പേര് അവർ കൺവേർട്ട് ചെയ്ത് ഭാവിയിൽ അവരെടുക്കുക. അവർക്ക് വേണ്ട നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം,
ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം, നല്ല രീതിയിൽ അവർ ജീവിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഇതൊക്കെ കൊടുക്കുക, അവരെ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. കൂട്ടത്തിൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്നെ പരിഹസിച്ച ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ, ഒന്നുമല്ലാതിരുന്ന് ജീവിച്ച ഒരാളുടെ മുന്നിൽ ആ മാന്യമായ ഷോയൊക്കെ കാണിച്ച് ഞാൻ നിൽക്കുന്ന ഒരു പക്കാ ഷോ മേഖലയിലാണ്. അപ്പോൾ അതിന് മാന്യമായ ഷോ. പിന്നെ എൻ്റെ നീഡ്, ഞാനത് പറഞ്ഞത് വണ്ടി എടുക്കാൻ ഞാൻ പോയപ്പോഴും ഇപ്പം മുത്തൂറ്റിൻ്റെ MD എൻ്റെ അടുത്ത് പറഞ്ഞു, അഖിൽ കുറച്ചുകൂടെ ഒരു സോഷ്യലിയൊക്കെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇപ്പോൾ ഡിഫൻഡർ എടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം അഖിലിന് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഈ 1.5 കോടി മുടക്കിയ ഒരു ഡിഫൻഡർ നമ്മൾ എടുത്താൽ അതിൽ ഒരു 50-75 ലക്ഷം രൂപ ആ ഡിഫൻഡർ കൊണ്ട് അഖിലിന് വർക്കുകളായോ ഇനാഗുറേഷനായോ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളത് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാൾ അത് എടുക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ശരിയായി, എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി ഇരിക്കുന്ന വണ്ടി തന്നെ ധാരാളം, അതിനൊരു കംപ്ലയിൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. ഞാനിപ്പോൾ പോയി ഒരു വലിയ ഷോ കാണിച്ച് കയ്യിരിക്കുന്ന കുറച്ച് പൈസയും കൂടെ കൊടുത്ത് വണ്ടിക്ക് അതുകൊണ്ട് കളഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് ബാധ്യതയിലേക്ക് ഞാൻ പോയി പെട്ട് നാളെ ഇനി 5 വർഷം അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്തിനാണ് വരുന്നത്? ഈ വണ്ടി നല്ലത് തന്നെയാണ്, ബാക്കി പൈസ എൻ്റെ കയ്യിരിക്കുന്നെങ്കിൽ ഫാമിലിക്ക് പ്രയോജനപ്പെടണ്ടേ. ഇപ്പോൾ രോഹം മുമ്പും ചോദിച്ചില്ല, എന്താണ് ഞാൻ മനഃപൂർവ്വം മേടിച്ചതാ ഗോൾഡ്, അല്ലെങ്കിൽ ഞാൻ പൈസ അക്കൗണ്ടിൽ കിടന്നാൽ ചിലപ്പോൾ എടുത്ത് ചിലവാക്കും. അതിൻ്റെ ഒരു കുഴപ്പമാണ്. ഞാൻ വെറുതെ ഓൺലൈനിൽ നിന്ന് അതും ഇതും പർച്ചേസ് ചെയ്യും. ഇപ്പം സാംസങ്ങിൻ്റെ Fold 6 മേടിച്ചിട്ട് 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് Fold 7, അതായത് 25 Ultra 1TB ആയിരുന്നു മേടിച്ചത്, അത് പോലീസ് പിടിച്ചോണ്ട് പോയി മറ്റേ കേസ് വന്നപ്പോൾ. അപ്പം Fold 6 വാങ്ങി 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് Fold 7 ഇറങ്ങി, Fold 7 വാങ്ങി. ഇപ്പോൾ iPhone 17 Pro വന്നിട്ടുണ്ട്, അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ. കാര്യം അതൊക്കെ നമ്മുടെ ചുമ്മാ ആഗ്രഹങ്ങളാണ്. അതൊക്കെ എനിക്കിങ്ങനെ അങ്ങനെ കുഴപ്പമുണ്ട്, അക്കൗണ്ടിൽ പൈസ എടുക്കുമ്പോൾ കുഴപ്പമുണ്ട്. ഇപ്പം ഗോൾഡ് വാങ്ങി തിരിച്ചിറങ്ങി വന്നപ്പം ഈ റാഡോയുടെ സെക്ഷൻ ഞാൻ കണ്ടു. ഉടനെ ഞാൻ അങ്ങോട്ട് ഓൾറെഡി എനിക്കൊരു റാഡോ ഉണ്ട്, ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അവിടെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ എൻ്റെ ക്യാപ്റ്റൻ കുക്ക് മേടിക്കാം, അപ്പോഴേ തന്നെ മേടിച്ചു. അതെന്ന് പറയുന്നത് ഇതൊക്കെ ഈ റാഡോ ഞാൻ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് നടന്നതാണ്. ഇതെന്താന്ന് പറഞ്ഞാല് പണ്ട് ഈ റാഡോ ഒക്കെ മേടിച്ചിട്ടേ 3000 രൂപയ്ക്ക് 2500 രൂപയുടെ റാഡോ ഒക്കെ മേടിച്ച് റോളക്സ് ഒക്കെ മേടിച്ച് പണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടിട്ടുണ്ട്. അയ്യോ ഒന്നും പറയണ്ട. ഇന്ന് കെട്ടുന്നതിലെ ഏറ്റവും എക്സ്പെൻസീവ് വാച്ച് ഏതാണ്? എത്ര പ്രൈസ്? അത് ഒരു 3.25 ലക്ഷത്തിന്റെ നമ്മുടെ ടാഖിയറിന്റെ കരിയർ എന്ന് പറയുന്ന ഒരു വാച്ച്. ഇത് 2,50,000. ഇത് മറ്റേ ക്യാപ്റ്റൻ കുക്ക് എന്ന് പറയുന്നത്. ഈ ബാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന സമയത്ത് വാച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ബാല ഒരു തരം ഒരു സ്വഭാവം ഉണ്ട്. അല്ല, വാച്ച് ഞാൻ 3-4 മേടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇത് എനിക്കറിയത്തില്ല, ഇത് എങ്ങനെ ആൾക്കാർ റീഡിയോ ഒന്നും എനിക്കറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞത്, ഇത് എപ്പോഴും ഞാൻ പറയുന്നത്, ഒരു കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഇട്ട് നമ്മളെ കയ്യിലൊക്കെ പിടിച്ച് നോക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് ഒരുത്തന് അറിയാം. കാര്യം നമുക്കൊരിക്കലും ഇത് മേടിക്കാൻ ശേഷിയില്ലെന്ന് അവനറിയാം. അവൻ്റെ മുന്നിൽ അവൻ്റെ പരിഹാസം അവൻ്റെ മനസ്സിലുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഇത് കെട്ടണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നടന്നെടുത്തുനിന്ന് പല ബ്രാൻഡുകളുടെയും ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടുകൊണ്ട് നടന്നെടുത്ത് ഒറിജിനൽ ആ ഷോറൂമിൽ കയറി മേടിക്കുമ്പം കിട്ടുന്നൊരു മനസ്സുഖം. ഇത് ആരെടുത്ത ഷോ മനസ്സിൽ BGM കിട്ടും. ഇപ്പൊ ഈ ഷൂസ് ഇത് ഗുച്ചിയുടെയാണ്. ഇതിനൊരിക്കലും ഗുച്ചിയാന്ന് ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാവത്തില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഞാൻ 1.5 വർഷമായി മേടിച്ചിട്ട്. അപ്പോൾ ഇത് ആരും കണ്ടിട്ട് ആരുടെ അടുത്തും ഇത് ഷോ കാണിക്കുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ല. കാര്യം കണ്ടാൽ ഇത് ഷോ കണ്ടാൽ മനസ്സിലാവും, ഒരിക്കലും മനസ്സിലാവില്ല. റോഹൻ ഇത് ഇങ്ങനെ ഇതിൻ്റെ ബ്രാൻഡ് പോലും ഒരിക്കലും മനസ്സിലാവില്ല. ഇത് എൻ്റെ സംതൃപ്തിയാണ് ഞാൻ അന്ന് മേടിച്ച സമയത്ത്. പക്ഷേ 6700 ദിർഹമാണ് പ്രൈസ്. 6700 ദിർഹം 1.4 lakhs ആയി. അത് ഞാൻ ആ ഷോറൂമിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഞാൻ ഗുച്ചിയുടെ ഒഫീഷ്യൽ മെമ്പറായി, ലൂയി വിറ്റോണിൻ്റെ ഒഫീഷ്യൽ മെമ്പറായി. മെമ്പർഷിപ്പ് കാർഡ് നമുക്ക് അവരുടെ കിട്ടുമല്ലോ. LVക്ക് ഓഫറൊന്നും ഇല്ല കേട്ടോ. ചിലരൊക്കെ ഇന്റർവ്യൂലൊക്കെ ഇരുന്നിട്ട് ഓഫർ കിട്ടിയപ്പോൾ മേടിച്ചതൊക്കെ പറഞ്ഞ് കേട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഇവർ LVയുടെ ഷോറൂമിൽ പോലും കയറിയിട്ടില്ല. കാര്യം LVക്ക് ഓഫറില്ല. ഇത് വാങ്ങിയതില് ഇപ്പൊ വാച്ചിന്റെ ഇത്ര പ്രൈസ് പറഞ്ഞു, വണ്ടികളുടെ വാങ്ങിയൊരു ആക്സസറീസോ അല്ലെങ്കിൽ വാങ്ങിയുള്ള ഒരു പ്രൊഡക്റ്റില് ഏറ്റവും കണ്ണ് തള്ളിപ്പോകുന്ന ഒരു ഐറ്റം ഏതായിരിക്കും? ഇപ്പൊ മാരാറിന്റെ ഒരു പൊസിഷനിൽ അല്ലാതെ ഒരു POV നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിയൊരു ഏറ്റവും എക്സ്പെൻസീവ് ഏതായിരിക്കും? അങ്ങനെയല്ലടാ. ഇപ്പൊ ഇതില് റാഡോ ഞാൻ റിപ്പീറ്റ് വാങ്ങിയതുകൊണ്ട് അഹങ്കാരമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരാഗ്രഹം കൊണ്ട് വേണ്ടാന്ന് മേടിച്ചതാ. കസ്റ്റമൈസ്ഡ് ആണോ? അങ്ങനെയാ ക്യാപ്റ്റൻ കുക്ക് എന്ന് പറയുന്ന റാഡോയുടെ ഒരു കുറച്ച് പ്രീമിയം റാഡോ. നോർമലി ഒരു 80,000 to 1. ഞാൻ നേരത്തെ മേടിച്ചൊരു 1.3 lakhs നോർമൽ റാഡോയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിപ്പം അവരുടെ ക്യാപ്റ്റൻ കുക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ്. അത് ഇതിന്റെ ഒരു 6 lakh വരെ അത് പോകും. ഒരു ഫുൾ സിനിമയല്ല. ഞാൻ എന്റെ ഇന്റർവ്യൂ ഞാൻ പറയുന്നത് സിനിമ തിയേറ്ററിൽ ടെലികാസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഫൈനലി ഏറ്റവും കുറച്ച് മാസത്തിനുള്ളിൽ അടുത്തൊരു ഇലക്ഷന് തയ്യാറാവാണ് നമ്മൾ. ഒരു MLA കാൻഡിഡേറ്റ് ഓഫർ വെച്ചു, ഏത് രാഷ്ട്രീയമായിക്കോട്ടെ വെച്ചു, സ്വീകരിക്കും? ആ നിമിഷത്തെ തോന്നൽ
ആ നിമിഷം തോന്നുന്നത്. നമ്മളോട് താല്പര്യമുള്ള ഇപ്പോൾ കോൺഗ്രസ് പോലെ നമ്മുടെ പക്ഷം ചേരാതെ ഒരു ഇടതുപക്ഷത്തു നിന്നാണ് അങ്ങനെ ഓഫർ വരുന്നതെങ്കിൽ, ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ അവർ വിളിക്കില്ല എങ്കിൽ പോലും വിളിക്കുകയാണെങ്കിൽ സ്വീകരിക്കും? അങ്ങനെ പ്രയാസമായിരിക്കും. കാര്യം എനിക്ക് അവരുടെ ആശയത്തോട് ചേരാൻ പറ്റില്ല. ഞാൻ റിയൽ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം ഇല്ലാത്ത പാർട്ടി ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ തെറ്റ് ചെയ്താൽ ന്യായീകരിക്കത്തില്ല. തെറ്റ് ചെയ്താൽ എനിക്ക് തെറ്റാന്ന് പറയണം. അതിനെനിക്ക് സ്വാതന്ത്ര്യം തരുന്ന ഒരേ ഒരു പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. വേറെ രണ്ടിടത്തും പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ആ ഒരൊറ്റ കാരണമാണ് ജനാധിപത്യ ബോധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടാണ് എൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരിടത്ത് ഞാനല്ലാതായി മാറും. ഓക്കെ. അപ്പോൾ എന്തായാലും അത്ര പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടേതായിട്ടുള്ള താല്പര്യം തുടരട്ടെ. നേരത്തെ ബ്ലോക്കിൽ വരെ എത്തി നിൽക്കുന്ന രാഷ്ട്രീയ ഭാവിനെ ഇവിടെ നിന്ന് അങ്ങോട്ട് അതൊരു MLA ആയിട്ടും കൊടിവെച്ച കാറിലും കാണാൻ സാധിക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.